ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. ഞാനും ഇവിടെ സുഖമായിരിക്കണു. അപ്പം നമ്മളൊരു യാത്രയിലാണ്, ബസ്സിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ബസ്സിൽ പോകുമ്പോൾ ചേലക്കര ഭാഗത്തെത്തി. നമ്മൾ പോകുന്നത് എവിടേക്കാണെന്നല്ലേ, അത് ഞാൻ പറയാം. അത് സസ്പെൻസാണ് എൻ്റെ കൂട്ടുകാർക്ക്, ഇങ്ങനെ സസ്പെൻസായിട്ട് കിടക്കട്ടെ. അപ്പോൾ നമുക്ക് ഇങ്ങനെ പോകുമ്പോൾ ഞാൻ അടുത്ത വീടത്തെ ചേച്ചിയുണ്ട്, അതുപോലെ തന്നെ ഞാൻ അന്ന് പറഞ്ഞു അമ്മു ഗായത്രി എന്ന് പറഞ്ഞ കുട്ടി, അവളും അവളുടെ അമ്മയുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ ഞങ്ങൾ വെള്ളിയാഴ്ചയാണ് പോയത്. അപ്പോൾ എങ്ങനെ പോവുകയെന്ന് ചോദിച്ചു. ഞാൻ ശരിയെന്ന് പറഞ്ഞു. കാരണം എവിടേക്കും പോവാതെ ഞാനും ഒരു അബ്നോർമൽ അതിലായിട്ടിരിക്കില്ലേ. അപ്പോൾ പിന്നെ ഒന്നും ചിന്തിച്ചില്ല. അങ്ങനെ നമ്മൾ കൊണ്ടിരിക്കുന്നത് എവിടേക്കാണ്, നമ്മൾ പോയി ബസ്സൊക്കെ ഇറങ്ങി ഒരു ഓട്ടോ വിളിച്ചിട്ട് ഓട്ടോയിൽ കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓട്ടോയിൽ പോകുമ്പോൾ ആ വഴികളുടെ സൈഡൊക്കെ ഒന്ന് ഞാൻ അങ്ങനെ എടുത്തു എന്ന് മാത്രം എൻ്റെ കൂട്ടുകാർക്ക് കാണിക്കാനായിട്ട്. വേറെ എവിടേക്കും അല്ല കേട്ടോ, നമ്മൾ കുത്താമ്പുള്ളിക്കാണ് പോകുന്നത്. കഴിഞ്ഞ വർഷം ഞാനിതുപോലെ പോയപ്പോൾ നിങ്ങളോടിട്ട് പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യവും അതുപോലെ തന്നെ പങ്കുവെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതേ ഇങ്ങനെ പോണ വഴിക്ക് രാമചന്ദ്ര എന്ന കടയാണിത്. അങ്ങനെ ഞാൻ പറഞ്ഞു, രണ്ട് സൈഡും ഇങ്ങനെ കടകളാണ്. നമുക്ക് കുത്താമ്പുള്ളിയിലേക്ക് തിരിയുന്ന ആ ഭാഗം തൊട്ട് തന്നെ ബോർഡുകളും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇതാണ് എയർ ഹാൻഡ്ലൂംസ് കേട്ടോ. എയർ ഹാൻഡ്ലൂംസ് നമ്മൾ പോകുന്ന വഴിയിൽ വലത് സൈഡിലായിരുന്നു കട ഉണ്ടായിരുന്നത്. അവരിപ്പോൾ പുതിയ സ്ഥലം വാങ്ങി സ്വന്തം കെട്ടിടം വെച്ചിട്ട് അതിലാണ് ഇപ്പോൾ ഈ ഇടത് ഭാഗത്ത് കച്ചവടം നടത്തുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് തന്നെ ഒരു പറമ്പ് വാങ്ങിയിട്ട് അതിലവർ നമുക്ക് കാർ പാർക്കിങ്ങും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യം പോണ വഴിക്ക് എയർ ഹാൻഡ്ലൂംസിൽ കയറിയില്ല. ഞങ്ങൾ നേരെ കിണർ സ്റ്റോപ്പിൻ്റെ അവിടേക്ക് തന്നെ പോയി കേട്ടോ. കാരണം അവിടെ ഒരു അമ്പലം പുഴയൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞു. പക്ഷെ നല്ല മഴയൊക്കെ ആയതുകൊണ്ട് എനിക്കതെൻ്റെ കൂട്ടുകാർക്ക് വീണ്ടും കാണിക്കാനായിട്ട് കഴിഞ്ഞില്ല. അപ്പോൾ ഞാൻ ഇന്നത് ഫോട്ടോ വീഡിയോസൊന്നും എടുത്തില്ല. അതുപോലെ ഈ പോണ വഴിക്ക് മായന്നൂർ പാലം വരുന്നത് കാണിച്ചു തന്നു ഡ്രൈവർ കേട്ടോ. അപ്പോൾ ഇനി വരുമ്പോൾ നിങ്ങൾക്ക് ഇത്ര ഇങ്ങനെ ചുറ്റി വളഞ്ഞ് വരില്ല, ഇങ്ങനെ ബസ്സുകളൊക്കെ ഈ വഴി കൂടെ വരും, അപ്പോൾ ഇവിടെ ഇറങ്ങാം എന്നൊക്കെ ആൾ പറഞ്ഞു തന്നു കേട്ടോ. അപ്പോൾ നമുക്ക് തിരുവില്ലാമലയിൽ നിന്നും വെറും 70 രൂപയാണ് കുത്താമ്പുള്ളി എയർ ഹാൻഡ്ലൂംസിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അറ്റം വരെ പോവുക 120 രൂപ കേട്ടോ. അപ്പോൾ നമ്മുടെ ഗായത്രി, അതായത് അമ്മുവിന് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ധാവണി സെറ്റാണ് നോക്കാനായിട്ട് വന്നത് കേട്ടോ. അപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ളത് കണ്ടിട്ടില്ല. നമ്മളൊരു 2-3 കടയിൽ കയറി. അപ്പോൾ ആ കടകളിൽ കയറിയപ്പോൾ ഉള്ള ധാവണി സെറ്റുകളും അതുപോലെ അവിടെയുള്ള സെലക്ഷനുകളൊക്കെ ഞാൻ ഒന്ന് കാണിച്ചു എന്ന് മാത്രം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ 2-3 കടയിൽ നമുക്ക് അവൾക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ടത് കിട്ടിയില്ല എന്ന് കണ്ടപ്പോൾ തിരിച്ച് നമ്മൾ എയർ ഹാൻഡ്ലൂംസിലേക്ക് തന്നെ വരികയാണ്. കാരണം എല്ലാ കടകളിലും കയറി നോക്കാമല്ലോ എന്നുള്ള രീതിയിലാണ് നമ്മൾ അങ്ങനെ അറ്റത്തേക്ക് പോയത് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നേരെ ആദ്യം വരുമ്പോൾ തന്നെ എയർ ഹാൻഡ്ലൂംസിലേക്കാണ് പോവുക. അപ്പോൾ നമ്മൾ ഏകദേശം എങ്ങനെയുണ്ട്, മോഡലുകളൊക്കെ എങ്ങനെയുണ്ട്, വിലകളും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് അറിയാലോ. അങ്ങനെ ഞങ്ങൾ തിരിച്ചവിടുന്ന് ഇറങ്ങി കുത്താമ്പുള്ളി എന്ന കൊച്ചു ഗ്രാമത്തിലെ ഊടുവഴികളിലൂടെ ഇങ്ങനെ നടന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഊടുവഴികൾ കാണുമ്പോൾ നിങ്ങൾ ചിന്തിക്കും അതൊരു വീടല്ലേ, നിങ്ങളെങ്ങനെയാണ് വഴിയിൽ കൂടെ പോകണമെന്ന്. പക്ഷേ അല്ല, അത് ചെറിയ ചെറിയ വഴികളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നടക്കണം, അല്ലെങ്കിൽ വഴുക്കലുണ്ടാവും. അതുപോലെ തന്നെ അവിടെ നിന്ന് ഈ നേരെ കാണുന്നതാണ് മെയിൻ റോഡ്. അവിടെ നിന്നാണ് ബസ്സൊക്കെ കിട്ടുക കേട്ടോ. അപ്പോൾ അവിടെ തന്നെയാണ് ഞാൻ പറഞ്ഞ പുഴയും അമ്പലമൊക്കെ ഉള്ളത്. അപ്പോൾ ഇതാണ് സഹകരണ സംഘം ഷോറൂമാണത്. കുത്താമ്പുള്ളി സഹകരണ സംഘം ഷോറൂമാണ്. അപ്പോൾ ഞാൻ പോണ വഴിക്കായതുകൊണ്ട് അന്ന് വീഡിയോ എടുത്തു. അപ്പോൾ നമ്മൾ വേറൊരു കടയിലും കൂടി കയറി. അപ്പോൾ അവിടെയും അവൾ ഉദ്ദേശിച്ചത് കിട്ടിയത്. ഇതൊക്കെ ഡബിൾ കളറുള്ളതാണ്. ഇതാണ് കിണർ ബസ് സ്റ്റോപ്പ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റാണ് സുഭാഷ് ടെക്സ്റ്റൈൽസ് ഉള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റാണ് അരുൺ ടെക്സ്റ്റ് കേട്ടോ. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അഞ്ജലി എന്ന് പറഞ്ഞ കടയാണ്. ഇവർക്ക് തന്നെ ഇപ്പോൾ നീള എന്ന് പറഞ്ഞിട്ട് വേറെ കട ഉണ്ട്. അങ്ങനെ നമ്മൾ വീണ്ടും എയർ ഹാൻഡ്ലൂംസിലേക്ക് വന്നു കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അത്രയും തിരക്ക് തന്നെയാണ് ഇവിടെ, എന്നാലും സെലക്ഷൻ ഒരുപാടുണ്ട്. അപ്പോൾ നമ്മൾ ധാവണി സെറ്റ് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അവർ 2nd ഫ്ലോറിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് അരവിന്ദ് രാജു എന്ന 2 വ്യക്തികളാണ് ഈ കട കൊണ്ടു നടക്കുന്നത് കേട്ടോ. വെറും ഒരു കടയിലെ തൊഴിലാളികളായ അവർ ഈ നിലയിലേക്ക് ഉയർന്നു വരുമ്പോൾ അവരുടെ കഠിനാധ്വാനം തന്നെയാണ്. അതുപോലെ വരുന്ന കസ്റ്റമേഴ്സിനെ തൃപ്തിപ്പെടുത്താനുള്ള അവരുടെ ഒരു കഴിവും വളരെ പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ധാവണി സെറ്റ് ചോദിച്ചപ്പോൾ 2nd ഫ്ലോറിലാണെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ 2nd ഫ്ലോറിലേക്ക് പോയി. അപ്പോൾ അമ്മൂൻ്റെ മനസ്സിൽ അവൾ വിചാരിച്ച രീതിയിലുള്ള ധാവണി സെറ്റുകൾ അവിടെ കിട്ടി. പല രീതിയിലും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ അവൾ മനസ്സിൽ വിചാരിച്ച രീതിയിൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അതെടുത്തു കേട്ടോ. അതങ്ങനെ അവൾ സെലക്ട് ചെയ്തെടുത്തു. അതുപോലെ തന്നെ നമ്മൾ സെറ്റ് മുണ്ടുകൾ എടുക്കണം. സെറ്റ് മുണ്ടുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സെറ്റ് സാരികളും സെറ്റ് മുണ്ടുകളൊക്കെ അവിടെ നിന്ന് ധാരാളമായിട്ടുണ്ട്. ഞാൻ ഈ പ്രാവശ്യം സാരി ഒന്നും നോക്കിയില്ല. കഴിഞ്ഞ വർഷം ഞാൻ സാരിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ നിങ്ങൾക്ക് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെറ്റ് മുണ്ടുകൾ 280, അതായത് നല്ല നീളവും വീതിയും ഉള്ളതെന്ന് പറയില്ലേ, അതാണ്. ഇത് കുട്ടികൾക്കുള്ള ഷർട്ട് ഡിസൈൻ ഇങ്ങനെ പ്രിൻ്റ് ഉള്ളതാണ്. അതുപോലെ തന്നെ ഒട്ടിക്കുന്ന മുണ്ടുമാണ് കേട്ടോ.
അപ്പോൾ നമ്മുടെ നിക്കിക്കും ഞാനത് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഇവയ്ക്കും എടുത്തിട്ടുണ്ട്. അവനിക്ക് മാത്രം ഞാൻ എടുത്തിട്ടില്ല, കാരണം അവന് അവളുടെ ഇഷ്ടത്തിന് വന്നിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ ഒന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് പങ്കുവെക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ പിന്നെ ധാരാളം സിനിമാ താരങ്ങളും അതുപോലെ തന്നെ സീരിയൽ താരങ്ങളും ഈ കടയിലെ കസ്റ്റമേഴ്സാണ്. അതുപോലെ തിരുവനന്തപുരം, കോയമ്പത്തൂർ എന്നീ സ്ഥലങ്ങളിൽ നിന്ന് പോലും ഇവിടെ ഇന്നലെ പർച്ചേസിങ്ങിന് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ നാട്ടിലത്തെ തന്നെ 2-3 പേരെ നമ്മളവിടെ വെച്ച് കണ്ടു. അതുപോലെ തന്നെ ഒരു യൂട്യൂബറെ കണ്ടു കേട്ടോ, ഫവാസ് ദിയ ഫവാസ് എന്ന പേരുള്ള ഹസ്ബൻഡും വൈഫും, അവരേനും കണ്ടു. ഇതവിടെ ഒരു കൈത്തറി യന്ത്രം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനൊന്ന് വീഡിയോ എടുത്തു എന്ന് മാത്രം. നൂലുകൾ അതിലിങ്ങനെ കോർത്ത്, കസവിൻ്റെ നൂലും വെള്ള നൂലും, എന്നിട്ടതിങ്ങനെ നെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു ഭാഗം അവിടെ കാണിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞു അരവിന്ദും രാജും എന്ന് പറഞ്ഞ 2 പേർക്ക് അവർ ഒരു ചെറിയ ഒരു കടയിൽ എടുത്ത് കൊടുക്കുന്ന ആൾക്കാരായിരുന്നു. പിന്നെ ചെറിയൊരു കട തുടങ്ങി, അങ്ങനെ അവിടെ നിന്നും വാടകക്കെടുത്തിട്ട് വലിയ അത്യാവശ്യം വിപുലമായിട്ട് തുടങ്ങിയിട്ട് ഇപ്പോൾ സ്വന്തം സ്ഥലം വാങ്ങി സ്ഥാപനം അവർ നടത്തിക്കൊണ്ട് പോവുകയാണ്. ഇങ്ങനെയൊക്കെ രീതിയിലും ഇത്രയും നമ്മൾക്ക് എന്തൊക്കെ സെലക്ഷനുള്ള ധാവണി സെറ്റ്, ഞങ്ങൾ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു പൂരത്തിൻ്റെ തിരക്കാന്ന് പറഞ്ഞു. അത്രയും പേര് ധാവണി സെറ്റ് അവിടെ നോക്കാൻ വന്നതിൽ ഒരു 10-50 ആൾക്കാർ ഞങ്ങൾ വാങ്ങിക്കുമ്പോൾ ധാവണി സെറ്റ് നോക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അവർക്കൊക്കെ വേണ്ട രീതിയിൽ കളേഴ്സും അതുപോലെ തന്നെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ, പാവാട നമ്മൾ പ്യുവർ വൈറ്റ് ആയിട്ടുള്ളത്, അതുപോലെ ഗോൾഡൻ കളറായിട്ടുള്ളത്, അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ ഈ സാരി കണ്ട് 700 രൂപയാണ്. നല്ല ഭംഗിയുള്ള സാരി, എനിക്ക് ഇഷ്ടമായി കേട്ടോ. അതുപോലെ സാരികളൊക്കെ ഒന്ന് വെറുതെ നോക്കി, വെഡ്ഡിങ് കളക്ഷൻസാണ് ആ ഭാഗത്തുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ബില്ലടിച്ച് കിട്ടാൻ കുറച്ച് സമയം കിട്ടി. അപ്പോൾ ഈ സാരികളൊക്കെ ഞാൻ ഒന്ന് വെറുതെ നോക്കി. അത്യാവശ്യം തരക്കേടില്ലാത്ത സാരികളാണ്, നമുക്ക് ഉൾക്കൊള്ളാവുന്ന രീതിയിലുള്ള വിലകളാണ് ഇതിനൊക്കെ ഉള്ളത് കേട്ടോ. പിന്നെ വില കൂടിയതുണ്ട്, 10,000-ൻ്റെ 25,000-ൻ്റെ അങ്ങനെ വില കൂടിയതൊക്കെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നമ്മൾ അറിയപ്പെടുന്ന സോഷ്യൽ മീഡിയയിലെ താരങ്ങളടക്കം ഇവിടെ നിന്ന് വെഡ്ഡിങ് സാരികളൊക്കെ എടുത്തിട്ടുള്ള വീഡിയോസൊക്കെ ഇടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ സാരികളൊക്കെ ഉണ്ട്, അത്യാവശ്യം സെലക്ഷനൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ സാരി അവിടെ ഡ്രാപ്പ് ചെയ്ത് കൊടുക്കുന്നത് കണ്ടപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ മോഡലിംഗ് പോലെ കുട്ടികൾ അവിടെ അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തു. അതുപോലെ തന്നെ ഈ സാരി ഇതല്ല, ഈ മെറൂൺ സാരി എനിക്ക് വളരെ ഇഷ്ടമായിട്ടോ. ഞാൻ വെറുതെ ഇങ്ങനെ നോക്കി, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ സാരി ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കാത്ത കാരണം അതെടുത്തില്ല. ഞങ്ങൾ ചുരിദാർ മെറ്റീരിയലുകൾ, സെറ്റ് മുണ്ടുകൾ അങ്ങനെയൊക്കെയാണ് എടുത്തത് കേട്ടോ. ഇപ്രാവശ്യം കൂടുതൽ പർച്ചേസിംഗ് ഒന്നും ഞാൻ എടുത്തില്ല. എന്നാലും ഓണല്ലേ, എല്ലാവർക്കും എടുത്തു കൊടുക്കേണ്ടത് എടുത്തു കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മാത്രം കുറച്ച് നമ്മുടെ കയ്യിൽ നമ്മുടെ എന്താ പറയുക മണി പവർ കുറച്ച് കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ സാരിയുടെ വിലയൊക്കെ ഞാനും ആ ചേച്ചിയൊക്കെ കൂടി ഇങ്ങനെ നോക്കിയതാണ് കേട്ടോ. നല്ല നല്ല സാരികൾ, വെഡ്ഡിങ് കളക്ഷനൊക്കെ കാണാനും ബോക്സിലാക്കിയ സാരികളും ഒക്കെ ഇങ്ങനെ കണ്ടപ്പോൾ അങ്ങനെ നോക്കിയെന്ന് മാത്രം. പിന്നെ ഞാൻ പറഞ്ഞു സാരി ഡ്രാപ്പിംഗ് അവിടെ ചെയ്യുന്നുണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വെറുതെ വീഡിയോ എടുത്തു എന്ന് മാത്രം. അതുപോലെ തന്നെ ഈ കടയുടെ ഏറ്റവും വലിയ പ്രത്യേകത, എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കസ്റ്റമർ സർവീസ് വളരെ നല്ലതാണ് കേട്ടോ. അതേപോലെ തന്നെ മുതലാളി എന്ന ഒരു ഭാവമില്ലാതെ അരവിന്ദ് എന്ന വ്യക്തി ഓരോ വ്യക്തിയോടും വന്നിട്ട് അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുക, ക്ഷേമം അന്വേഷിക്കുന്ന പോലെ തന്നെ അവരുടെ പർച്ചേസിങ്ങിൻ്റെ, അവരുടെ ബിസിനസ്സിനൊക്കെ ആയിരിക്കാം. പക്ഷേ അങ്ങനെ ചെയ്യാനും ഒരു കഴിവ് വേണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇങ്ങനെ ഓരോരുത്തരോടും സംസാരിച്ച് അല്ലെങ്കിൽ ഓരോരുത്തരോടും വന്ന് അന്വേഷിച്ച് ഇങ്ങനെ പറയുമ്പോൾ കുറേ കഴിഞ്ഞാൽ മടുപ്പ് വന്നു കഴിഞ്ഞാൽ വേണ്ടാന്ന് വെച്ചിരിക്കും. പക്ഷെ അവരങ്ങനെയല്ല കേട്ടോ. എപ്പോഴെപ്പോഴും നമ്മളോട് വന്ന്, അതുപോലെ എൻട്രൻസിൽ വന്ന് വരുന്നവരോട് സംസാരിക്കും. എത്ര പരിചയമില്ലാത്ത വ്യക്തികളാണെങ്കിൽ പോലും നല്ല രീതിയിൽ സംസാരിക്കാനും, കസ്റ്റമർ സർവീസ് നല്ലതല്ലേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് എന്താ വേണ്ടത്, നിങ്ങൾക്കിവിടെ വല്ല ബുദ്ധിമുട്ടുണ്ടോ, എങ്ങനെ ഓരോന്നും നമ്മളോട് ചോദിച്ച് അങ്ങനെ ആകുമ്പോൾ തന്നെ നമുക്ക് പിന്നെയും ആ കടയിലേക്ക് നമുക്ക് പോകാനായിട്ട് തോന്നും കേട്ടോ. ഇതുണ്ട് മോഹൻലാലിൻ്റെ കൂടെ, അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ കൂടെ, അങ്ങനെ ഓരോരുത്തരുടെ കൂടെ ഇവർ നിന്നിട്ടുള്ള ഫോട്ടോസ് ഉണ്ട്. അതുപോലെ നമ്മുടെ ഗോപിക GP അവരുടെ വിവാഹത്തിന് ഇവർ പോയിട്ട് ഗിഫ്റ്റ് കൊടുക്കുന്ന ഫോട്ടോ ഉണ്ട്. അപ്പോൾ ഇതാണ് അവരുടെ 2 പേരുടെയും ഫോട്ടോ ആണിത്, അരവിന്ദും രാജും. AR അങ്ങനെ അവരുടെ 2 പേരുടെയും പേരിൻ്റെ ആദ്യ അക്ഷരം വെച്ചിട്ടാണ് കടയുടെ പേര് കേട്ടോ. അപ്പോൾ അതേ അവിടെ മോഡലിംഗ് പോലെ നടത്തുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ വീഡിയോ എടുത്തു എന്ന് മാത്രം നിങ്ങൾക്കൊന്ന് പങ്കുവെക്കാനായിട്ട്. നമുക്ക് പോകാനുള്ളൊരു
ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവില്ലാമലയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ബസ്സുണ്ട്. നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് അല്ലെങ്കിൽ ഒറ്റപ്പാലത്തു നിന്നാണെങ്കിലും തിരുവില്ലാമലയ്ക്ക് എത്തിപ്പെടാനായിട്ട് ബുദ്ധിമുട്ടില്ല. തിരുവില്ലാമലയിൽ നിന്നും നമുക്ക് കുത്താമ്പുള്ളിക്ക് പോകാൻ എപ്പോഴെങ്കിലും ആണ് ബസ്സുകളുള്ളത്. അപ്പോൾ ആ ബസ്സുകളുള്ള സമയം നോക്കിയിട്ട് നമ്മൾ ബസ്സിന് പോവുക. 13 രൂപയാണ് ബസ്സിന് ചാർജ് കുത്താമ്പുള്ളിക്ക് കേട്ടോ. തിരുവില്ലാമലയിൽ നിന്ന് കുത്താമ്പുള്ളിക്ക്. അല്ല നമ്മൾ ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോ വിളിച്ചിട്ടും പോകാം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ARലേക്ക് പോകണമെന്ന് വെച്ചാൽ 70 രൂപയും നമ്മൾ അറ്റത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ 120 രൂപയാണ്. പിന്നെ നമുക്ക് തിരിച്ചിങ്ങനെ നടന്ന് പോന്നാലും മതി. ഇഷ്ടംപോലെ കടകളുണ്ട്. ഏത് കടയിൽ ചെന്നാലും നമ്മൾ വാങ്ങിച്ചിട്ട് ഇറങ്ങാവുന്നില്ല. നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് വാങ്ങിയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് വാങ്ങാതെ കടയിൽ നിന്ന് ഇറങ്ങിപ്പോരാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മേടിക്കണ്ടുള്ളൂ. അതുപോലെ ഇവർ നമുക്ക് ഇത് പർച്ചേസ് ചെയ്യുമ്പോൾ അപ്പോൾ അതേ അരവിന്ദ് എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുകയാണ്. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ എന്നോട് ചോദിച്ചു ചേച്ചി, അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞ വർഷം ഞാൻ വന്നിട്ടുണ്ട് എന്നൊക്കെ വിവരമൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ അബിയുടെയും നീനയുടെയും ഫ്രണ്ട് ഈ അരവിന്ദിൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ഞാൻ ആ പരിചയം ഒന്ന് പുതുക്കി. കഴിഞ്ഞ വർഷം ഞാൻ അങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ പരിചയം ഒന്ന് പുതുക്കി. അതുപോലെ ആര് വന്നാലും സംസാരിക്കാനും ഫോട്ടോ എടുക്കണം എന്ന് പറയുമ്പോൾ നോ എന്ന് പറയാതെ, എതിർപ്പ് പറയാതെ അവരോട് കൂടെ നിന്ന് ഫോട്ടോ എടുക്കും. ഇതാണ് കേട്ടോ ഫവാസ്, യൂട്യൂബറും വൈഫ് എന്ന് പറഞ്ഞത്, ആ ടീഷർട്ട് ഇട്ടത് കേട്ടോ. അപ്പോൾ അതിങ്ങനെ എടുത്തു എന്ന് മാത്രം. അപ്പോൾ എത്ര മടുപ്പ് ഉണ്ടെങ്കിൽ പോലും ആ മടുപ്പ് പുറത്ത് കാട്ടാതെ വരുന്നവരേനെ എന്താ പറയുക സന്തോഷിപ്പിക്കുന്ന ആ രീതി ഉണ്ടല്ലോ, അത് തന്നെയാണ് അവരുടെ ബിസിനസ്സിൻ്റെ വിജയം കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് ബില്ലിംഗ് ഒക്കെ കഴിഞ്ഞു നമ്മൾ തിരിച്ചിറങ്ങുകയാണ് കേട്ടോ. ബില്ലിങ്ങിനാണ് കുറച്ച് സമയം പോയത്. തിരിച്ചിറങ്ങി നമ്മൾ തിരിച്ച് അവിടുന്ന് അവരുടെ കടയുടെ മുന്നിൽ നിന്നാൽ തന്നെ ഓട്ടോ കിട്ടും. ആ ഓട്ടോയിൽ നമ്മൾ തിരുവില്ലാമല സെൻറ്ററിലേക്ക് വന്നു. അങ്ങനെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വരാനുള്ള ബസ് വന്നു. അങ്ങനെ ആ ബസ് കയറി ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെ. പക്ഷേ അവരുടെ കടയിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് അറിഞ്ഞില്ല. പിന്നെ ഞങ്ങൾ ഇറങ്ങുന്ന സമയത്തും ചെറിയ ചാർലേ ഉണ്ടായുള്ളൂ. അപ്പോൾ വൈകിട്ട് എത്തി. ഞാൻ പിന്നെ അമ്മയ്ക്ക് ഭക്ഷണം കഴിക്കാനുള്ളതും എല്ലാം റെഡിയാക്കി വെച്ച കാരണം അത് സമാധാനമായിട്ടിരുന്നു. രുക്കും ഉണ്ടായിരുന്നു. പിന്നെ പ്രജി ഉണ്ടല്ലോ, അപ്പോൾ പേടിക്കാനില്ല. അപ്പോൾ ഞാൻ എടുത്ത കുറച്ച് ഡ്രസ്സൊക്കെ കണ്ടാലോ, ഡ്രസ്സെല്ലാം മെറ്റീരിയലുകളൊക്കെയാണ്. അപ്പോൾ അതേ ചുരിദാർ മെറ്റീരിയലുകളാണ്, നല്ല കോട്ടൻ്റെ ചുരിദാർ മെറ്റീരിയലുകളാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ഓഫറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓഫറൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ കാണുന്ന വിലയിൽ നിന്നും അത്യാവശ്യം നമുക്ക് കുറഞ്ഞ് കിട്ടുമല്ലോ. പിന്നെ കോട്ടൻ്റെയാണ്, നല്ല കോട്ടൻ്റെയാണ് ഞാൻ എടുത്തത് കേട്ടോ. അല്ലാത്തതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് കോട്ടനാണ് താല്പര്യം. അപ്പോൾ ഞാൻ എല്ലാവർക്കും അതെടുത്തു. അപ്പോൾ അതേ ഇങ്ങനത്തെ കളർ ചേഞ്ചുകളാണ് എല്ലാവർക്കും ഞാൻ എടുത്തത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ സെറ്റ് മുണ്ടുകളും ഞാൻ ഇതുപോലെ കളർ ചേഞ്ച് ആയിട്ട് എടുത്തു. ഒരെണ്ണം വേറെ ഒരു ആലില പോലത്തും അങ്ങനെ എടുത്തു കേട്ടോ. പിന്നെ നമ്മുടെ ഇവക്കുട്ടിക്ക് എടുക്കുന്ന ഡ്രസ്സാണ്, പട്ടുപാവാടയും ബ്ലൗസാണ്. അപ്പോൾ അതും എടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഉടുപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പേടിയുണ്ടായിരുന്നു ഇങ്ങനെ ചെസ്റ്റിൻ്റെ ഭാഗത്തൊക്കെ അവൾക്ക് ചിലപ്പോൾ ടൈറ്റായി പോകുമെന്ന്. അപ്പോൾ ഞാൻ കുറച്ച് ലൂസിലെടുത്തതാണ് കേട്ടോ. ഇത് നമ്മുടെ നിക്കിക്കുട്ടൻ്റെയാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു അമ്മുവിന് ഇഷ്ടപ്പെട്ട ധാവണി സെറ്റ് പറഞ്ഞു എന്നുള്ളത്. അപ്പോൾ അത് എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാമെന്ന് വെച്ചു. സൂപ്പറായിട്ടുണ്ട്, കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമുക്ക് കാണുമ്പോൾ നമുക്ക് തന്നെ അതൊന്ന് ധരിക്കാനായിട്ട് തോന്നുന്ന രീതിയിലുള്ള സെറ്റ് തന്നെയാണ്. അപ്പോൾ ആ സെറ്റും ഒന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു. അതുപോലെ സെറ്റ് സാരി, അവളെടുത്ത സെറ്റ് സാരിയാണത്. ഇതേ മോഡലൊരു സെറ്റ് മുണ്ട് ഞാൻ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം കേട്ടോ. പിന്നെ ചുരിദാർ മെറ്റീരിയൽ 2 ഞാൻ വെറുതെ ഇങ്ങനെ നിവർത്തി കാണിക്കുകയാണ് നിങ്ങൾക്ക് കാണാനായിട്ട്. അപ്പോൾ അങ്ങനെയാണ് കഴുത്തിൻ്റെ അവിടെയൊക്കെ ബോർഡറായിട്ട് കേട്ടോ, ഡിസൈനായിട്ട്. അപ്പോൾ ഇതൊക്കെ തയ്ക്കാൻ കൊടുക്കാൻ പോകണം. അപ്പോൾ അതൊക്കെ നോക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷവുമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സി യു. ഇനി ആരെങ്കിലും കുത്താമ്പുള്ളി പോകണമെന്ന് ഉദ്ദേശിക്കുന്നവരാച്ചാൽ തൃശ്ശൂർ ഭാഗത്തുനിന്ന് വരുമ്പോൾ നമ്മൾ തിരുവില്ലാമല ഇറങ്ങിയിട്ട് കുത്താമ്പുള്ളിക്ക് ബസ് കിട്ടും. ഇല്ലെങ്കിൽ ഓട്ടോയ്ക്ക് ഞാൻ പറഞ്ഞ പോലെ ഓട്ടോ വിളിച്ചിട്ട് പോകാൻ പറ്റും. നമ്മൾ ഒറ്റപ്പാലം ഭാഗത്തുനിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ, ആ പാലക്കാട് ഭാഗത്തു നിന്നൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോഴും തിരുവില്ലാമല സെൻറ്ററിൽ വന്നിട്ട് ഇതുപോലെ കുത്താമ്പുള്ളിക്ക് ബസ്സുണ്ട്. അങ്ങനെ വരാനായിട്ട് എളുപ്പമാണ്. പിന്നെ എന്തെങ്കിലും ഭക്ഷണമൊക്കെ ഇപ്പോൾ ആദ്യത്തെ പോലെയല്ല, അവിടെ ചെറിയ ചെറിയ ഹോട്ടലുകളുണ്ട്. എന്നാലും ഭക്ഷണം അതുപോലെ വെള്ളം കയ്യിൽ വയ്ക്കുകയായിരിക്കും നല്ലത് കേട്ടോ.